വടക്കരയിലുള്ള മണിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. മണിയൂർ ഗ്രാമത്തിലെ ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണ് ഇവിടെ? നമസ്കാരം. ഈ പഞ്ചായത്തിന്റെ പേരെന്താണ്? മണിയൂർ എന്താണ്? മണിയൂർ പഞ്ചായത്താണ്. ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ് ആണോ LDF ആണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഏതാ? തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് തുറയൂർ. അത് ഭരിക്കുന്നത് ആരാ? അതും ഇടതു മുന്നണിയാണ്. അപ്പൊ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകാൻ സാധ്യതയുള്ളത് ആരാണ്? തീർച്ചയായും KK ശൈലജ ടീച്ചർ ജയിച്ചു വരും എന്നാണ് ഞങ്ങൾ. ഇവിടെ ഒരു കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ കണ്ടല്ലോ. ആരാണ്? എവിടെയാണ് കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്? മണ്ഡലം പ്രസിഡന്റ്. ആരാണ് മണ്ഡലം പ്രസിഡന്റ്? ഇദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു ശൈലജ ടീച്ചർ പോകുന്നു. അഷ്റഫ് സമാറ്റും പിന്നെ മണിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ അങ്ങനെയല്ലേ പറയൂ, വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് വ്യക്തമായ ലീഡുള്ള ഒരു പഞ്ചായത്തും ഒരു മണ്ഡലവും തന്നെയാണ്. പക്ഷേ മുരളി വന്നപ്പം പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ ഒക്കെ തന്നെ അപ്രതീക്ഷിതമായി. ജയരാജൻ വന്നപ്പം CPM ഇതാ ജയിച്ചു, പക്ഷെ തോറ്റുപോയി, വലിയ ഭൂരിപക്ഷം തോറ്റുപോയി. ശൈലജ ടീച്ചറും അവർക്കൊരു പ്രതീക്ഷ മാത്രമാണ്, വലിയ ഭൂരിപക്ഷം. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു പേരും ഒരു ബ്രാൻഡും അതൊരു വലിയ, അതെ, അത് ആ സമയത്ത് കൊറോണ സമയത്ത് വല്ലാതെ ബ്രാൻഡ് ചെയ്തല്ലോ. പക്ഷെ ആ ബ്രാൻഡ് ചെയ്തപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ വ്യക്തമായിട്ട് ആ വകുപ്പിൽ എന്തൊക്കെയാണ് അഴിമതി ഉൾപ്പെടെ, PP കിറ്റ് ഉൾപ്പെടെ, ഗ്ലൗസ് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ചർച്ച ചെയ്യുമ്പം അവരും ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യും. പക്ഷെ ബ്രാൻഡ് ചെയ്യുമ്പോൾ യഥാർത്ഥ വസ്തുത ഇത് വോട്ടർമാർ അറിയുകയും ശേഷം മണ്ഡലത്തിൽ ഒരു തരംഗമല്ലേ, ഒരു തരംഗം. പേരാമ്പ്ര എന്ന് പറഞ്ഞാൽ മലയോര മേഖല എന്ന് പറഞ്ഞാൽ CPM-ന് ആധിപത്യമുള്ള സ്ഥലല്ലേ. അവിടെ വന്നപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ ഒരു കപ്പാസിറ്റിയും കഴിവും ആളുകളെ എത്തിക്കാൻ. പക്ഷെ അവിടെ ഒരു ജനത്തിന്റെ ഒഴുക്കാണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കിയതൊക്കെ കേട്ടു. എവിടെ അങ്ങനെ ഒരു കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടോ? അങ്ങനെ ഇറക്കിക്കൊണ്ടിരാ ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. ഇവരൊരു കൃത്യമായിട്ടൊരു ബൂത്ത് CPM നിങ്ങൾക്കറിയാം. CPM കൃത്യമായിട്ടൊരു ബൂത്ത് നിന്ന് 15 ആളെ കൊണ്ടുവരുന്ന 16 ആളാണ് എത്തും. അത് കൃത്യമായിട്ട് എത്തും. ശൈലജ ടീച്ചർ പിന്നീട് നടത്തി, അതായത് പേരാമ്പ്രയെ ഒന്നും കൂടിയും ഇറക്കി മറിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പിന്നാലെ വരുവാണ്. ഞങ്ങൾ എവിടെയാണോ പരിപാടി നടത്തുന്നത് അതിന്റെ പിന്നാലെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഞങ്ങളാണ് ഇപ്പൊ നയിക്കുന്നത്. ഇപ്പൊ വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നയിക്കുന്നു, ഇടതു മുന്നണി പിന്നാലെ വരുന്നു എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള ആരോപണമാണ്. ഞാൻ വരാം, എല്ലാ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാം. എന്തായാലും കടുത്ത മത്സരമാണെന്ന കാര്യം സംശയമില്ല. ഇപ്പം കാര്യമായി ചർച്ച ചെയ്ത് തുടങ്ങിയത് കുടിവെള്ളമാണ്. മണിയൂർ പഞ്ചായത്തിൽ കുടിവെള്ളം പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം. ജലനിധി ആദ്യം കൊടുത്തു. പെട്ടോ പ്രസിഡന്റ്? രാവിലെ അമ്പലത്തിൽ വന്ന് ഒന്ന് തൊഴുത് റെഡിയായിട്ടൊക്കെ പോകാൻ കരുതിയതാ. വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. വെള്ള പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ഇവിടെയുള്ള എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ വർഷവും 12 ലക്ഷം രൂപന്റെ വെള്ളം കൊടുത്തിട്ടുണ്ട്. വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ക്ഷാമമില്ല, കനാല് വന്നിട്ടുണ്ട്. മാത്രമല്ല 100 കോടി ഉറുപ്പിയോളം വരുന്ന ജലജീവൻ പദ്ധതി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൂർത്തിയാവും. ഇവിടെ യാതൊരു പ്രശ്നമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതിൽ വസ്തുതയില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 ലൈവുകൾ കൂടി ഉണ്ട്. ആദിൽ പാലോട് കൂടി നമുക്കൊപ്പം ചേരുന്നു. അതിന് മുമ്പ് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഹലോ, ഒരാളിവിടെ നിൽപ്പുണ്ട്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. മോളുടെ പേരെന്താ? ആത്മീയ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG പഠിക്കുന്നത് അല്ലേ? അമ്പലത്തിൽ വന്നതാണോ രാവിലെ? ആരൊക്കെ ഉണ്ട് കൂടെ? അമ്മയുണ്ട്, അച്ഛമ്മയുണ്ട് അല്ലേ? ഓക്കെ. ആരാണ് ഇദ്ദേഹത്തിന്റെ അച്ഛമ്മ? എവിടെയാണ്? അത് ശരി. നമസ്കാരം. നമസ്കാരം. രണ്ടുപേരുണ്ട്, കൊച്ചുമക്കളാണ്. ഓക്കെ. ഇവിടെ തൊട്ടടുത്താണോ വീട്? കുറച്ച് ദൂരാണ് വീട് അല്ലേ? മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എല്ലാ ദിവസവും അമ്പലത്തിൽ വരുമോ? ഇവിടെ ദിവസമൊന്നും വരില്ല, ഇടയ്ക്കല്ല വരും. അമ്പലത്തിലെ ഇടയ്ക്കൊക്കെ വന്നു പോകും അല്ലേ? എങ്ങനെയാ മൊത്തത്തിലൊരു മണ്ഡലത്തിലൊരു രാഷ്ട്രീയ സാധ്യത? അപ്പൊ 2 അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. LDF-നാണോ UDF-നാണോ ഒരു തരംഗമുള്ളത്? അത് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അപ്പൊ മത്സരം അടുത്തതാണെന്ന് സമ്മതിച്ചു അല്ലേ? മത്സരം നല്ല ശക്തമായിരിക്കും. മത്സരം ശക്തമായിട്ടുണ്ട്. ഷാഫി പറമ്പിനും കൂടെ വന്നപ്പോൾ മത്സരം ശക്തമായി അല്ലേ? പക്ഷെ എന്നാലും സാധ്യത ആർക്കാണ്? ഒരു നേരിയ സാധ്യത ടീച്ചറിന്റെ സാധ്യത ആണ്. ഷാഫി വന്നിട്ടും അത് ഇളകിയിട്ടില്ല, ആ കോട്ട ഇളകിയിട്ടില്ല, ആ ഒരു ബ്രാൻഡ് ഇളകിയിട്ടില്ല അല്ലേ? നേരത്തെ അഷ്റഫ് പറഞ്ഞത് അങ്ങനല്ല. ശൈലജ ടീച്ചർ ബ്രാൻഡ് ആയിരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ കൂടി സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അഴിമതി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ. എന്താണ് അഭിപ്രായം നമ്മുടെ? എന്റെ അഭിപ്രായം ടീച്ചർ ജയിക്കും. ടീച്ചർ ജയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഓക്കെ. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഇവിടുത്തെ ഈ മണിയൂർ പഞ്ചായത്തിലെ ഒരു ജീവിതമൊക്കെ വളരെ സുഖമാണോ? തിരക്കടൊന്നുമില്ല. തൊട്ടടുത്താണോ വീട്? ഇത് തന്നെയാണ്. ഇതാണോ വീട്? ഇതിന് തൊട്ടുപുറയിൽ കാണുന്നത്. രാവിലെ അമ്പലത്തിന്റെ ഒരു സാന്നിധ്യത്തിൽ അല്ലേ? വളരെ ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞോ? പരിപാടിയൊക്കെ? ഉത്സവം തുടങ്ങുന്നുള്ളൂ. എന്നാ തുടങ്ങാൻ പോകണം? ഉടനെ തുടങ്ങാൻ പോകണം. 4-ാം തീയതി തുടങ്ങും, 10-ാം തീയതി അവസാനം. 10-ാം തീയതി തുടങ്ങും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുമെന്ന് കരുതുന്ന വിഷയം എന്താ? നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും അത് ആർക്ക് അനുകൂലമാവട്ടെ, എന്തായിരിക്കും ആ വിഷയം? ഈ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ
എങ്ങനെയാലും സെലക്ട് ജയിക്കും. കാരണം നിവേല് കൊറോണയില് ഒക്കെ വളരെ ഇതായിട്ട് അന്ന് അതായത് ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ ശൈലജ ടീച്ചറുടെ ഒരു സാന്നിധ്യം ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. അത് ഇത്തവണ വോട്ടായിട്ട് മാറും. അല്ലേ? ഉറപ്പാ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? പഞ്ചായത്തില് പിന്നെ എന്തായാലും ഈ എത്രയും കുറെ ഭൂരിപക്ഷത്തോട് ജയിക്കും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും മുതിർന്നൊരു പൗരനെ കിട്ടും. എന്താ ഇവിടുത്തെ ഒരു അഭിപ്രായം? ആണോ? ഇത് ശൈലജ ടീച്ചറുടെ ക്യാമ്പയിൻ ആണോ എല്ലാവരും കൂടി രാവിലെ പോകുന്നത്? റൈറ്റ്. എന്താ ഇവിടുത്തെ അവസ്ഥ? പ്രഫുൽ കൃഷ്ണൻ തന്നെ ഉണ്ട്. അതാണ് മൂന്നാമത് പ്രഫുൽ കൃഷ്ണൻ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം ജനങ്ങളിൽ നേരിട്ട് കൈകളിലെത്തി. അവരെ അറിഞ്ഞു തുടങ്ങി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിന്റെ ചൂടറിഞ്ഞു. ഭാരത് റൈസ് വഴി. തീർച്ചയായിട്ടും വിവാദങ്ങൾക്കൊന്നും ഇവിടെ അടിസ്ഥാനമില്ല. ഭാരത് റൈസ് വഴി അതറിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും. പിന്നെ കിസാൻ നിധി, കിസാൻ നിധി, ജൽജീവൻ മിഷൻ. തീർച്ചയായിട്ടും പെട്രോളിന്റെ വില കൂടി, അതിനനുസരിച്ച് നമ്മുടെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ സബ്സിഡിയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആളുകളുടെ നിലവാരം മെച്ചപ്പെട്ടു. സ്വാഭാവികമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കേരളത്തിലെയോ അതോ കേരളത്തിലോ ഭാരതം മുഴുവൻ ആ കാര്യം ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു ഭാരതീയൻ എന്ന അഭിമാനത്തോടു കൂടി തലയുയർത്തി പിടിക്കാവുന്ന ഒരു നാട്ടിലേക്ക് നമ്മൾ എത്തി. തീർച്ചയായിട്ടും. പക്ഷേ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം താഴെ പോയി. അല്ല, അതൊക്കെ പരിഹരിക്കപ്പെട്ടു. അതോരോ കാലഘട്ടത്തിനനുസരിച്ച് സംഗതികളൊക്കെ നടക്കും. പ്രഫുൽ കിഷൻ ശക്തമായ മത്സരം ഷാഫിക്കും കെ ശൈലജ ടീച്ചറിനുമെതിരെ നടത്തുന്നു. ഇവര് ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്ത്. കാരണം ഇവര് മുന്നണിയാ, ഇന്ത്യ മുന്നണിയിലെ ആളുകൾ. ഇവര് തമ്മിൽ ഇപ്പൊ ആര് മത്സരിക്കണം എന്നുള്ള ധാരണയല്ല, ഇപ്പം ജയിക്കണം എന്നുള്ള ധാരണ അവരില്ല. പക്ഷെ ഇത് ആര് ജയിച്ചാലും പ്രതിപക്ഷ ബഞ്ചിൽ ഇരിക്കേണ്ടി വരും കേന്ദ്രത്തിൽ. അതിന്റെ ഇടയിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇവര് ഈ തട്ടിപ്പാണ് ഈ പരിപാടി, ഇത് ജനങ്ങളെ പറ്റിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അർഹതപ്പെട്ടവല്ല തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള ജനങ്ങൾ തീരുമാനിച്ച. അപ്പൊ അങ്ങനെ അഭിപ്രായം കൂടിയുണ്ട്. ഞാൻ വരാം. നാളെ ചൂട് പിടിച്ച് ചർച്ച ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് ഒരു വാർത്തയും കൂടി ഞാനൊന്ന് പ്രേക്ഷകരെ അറിയിച്ചിട്ട് വരാം.